ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാലുകാച്ചിന്റെ ദിവസം തന്നെ നീ എന്റെ മരുമകന് കൊടുക്കാനുള്ള പണം കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ പാലുകാച്ചും നിന്റെ കൊള്ളിവയ്പും ഒരേ ദിവസം തന്നെ നടന്നിരിക്കും. നീ ഇത്തിരി കടുവും മുളകൊക്കെ ഇങ്ങ് ഒഴിഞ്ഞെടുക്കണേ, ഇല്ലെങ്കിലേ കണ്ണേറുണ്ടാവും. കണ്ണേറ് കടുകും മുളകും എടുക്കാൻ പോയതായിരിക്കും എന്റെ കുട്ടി, പാവം. അയ്യോ എന്റെ ദേവി ഈശ്വരാ. എന്താ ഇത്ര വൈകിയത്? അത് പിന്നെ എനിക്ക് ബിസിനസ് ചെയ്തതിന്റെ പഴയ കുറച്ച് പേയ്മെന്റുകൾ കിട്ടാനുണ്ടായിരുന്നു. അത് കളക്ട് ചെയ്യാൻ പോയതായിരുന്നു. എന്നിട്ട് കളക്ട് ചെയ്തോ? എവിടെ, ഡീല് നടത്തിയിട്ട് കുറെ കാലമായില്ലേ. പലർക്കും അതിനെപ്പറ്റി ഓർമ്മയില്ലത്രേ. ഓർമ്മയില്ലാത്തതല്ല, ഓർമ്മക്കേട് അഭിനയിക്കുന്ന. അല്ലേലും ഒരു ബിസിനസ് നിർത്തിയാ പിന്നെ കിട്ടാനുള്ളതെല്ലാം പോയെന്ന് കരുതിയാ പോരെ. അപ്പോ ചുരുക്കത്തില് ക്യാഷ് ഒന്നും കിട്ടിയില്ലെന്ന് അർത്ഥം. ഇല്ല. കടം കൊടുത്ത കാശ്, വായിക്കാൻ കൊടുത്ത പുസ്തകം, സ്വന്തം ഇഷ്ടപ്രകാരം പോയ പെണ്ണ്, ഇത് മൂന്നും തിരിച്ചു കിട്ടാൻ പ്രയാസാണെന്ന അനുഭവസ്ഥര് പറയുന്നത്. കൊള്ളാലോ. ഭാര്യയോട് പറയാൻ അങ്ങനെ ഒരു ന്യായവും മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടാ വരവല്ലേ. ചേട്ടനെ പോലെ അനിയനും ഒരു ഒന്നാന്തരം നുണയന്. പണ്ട് നീ കടം വാങ്ങിയിട്ടുള്ള ആരെങ്കിലും നിന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ടാ ആ കടം കൊടുത്തതിന്റെ കാശിന്റെയും പുസ്തകത്തിന്റെയും പെണ്ണിന്റെയും ഒക്കെ കഥ പറഞ്ഞ് കൊള്ളത്തരത്തിന്റെ പഴുത അടയ്ക്കുന്നത്. ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത പണം പിരിക്കാൻ പോയ നീയെ കിട്ടാൻ സാധ്യതയുള്ള പണം നിന്റെ ഏട്ടന്റെ പിരിക്കാത്തെന്താ? ആ പണം വാങ്ങിച്ചെടുക്കാൻ വേണ്ടിട്ടാ എന്റെ അച്ഛൻ നിന്റെ പ്രകാശേട്ടനുമായിട്ട് വഴക്കിട്ടത്. അച്ഛൻ കാണിച്ച ഉത്തരവാദിത്വം പോലും നിനക്കില്ലല്ലോ. അത് പിന്നെ പ്രകാശേട്ടൻ ഇപ്പോ സ്വന്തം വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിന്റെ തിരക്കിലല്ലേ. ഇപ്പൊ പണം ചോദിക്കുന്നത് ഔചിത്യാണോ ഹരിതേ? ഔചിത്യം. സ്വന്തം അച്ഛനെയും അമ്മയും കാണാനില്ലാത്ത സാഹചര്യത്തിലും പ്രകാശം പാലുകാച്ച മഹോത്സവത്തിന്റെ ലഹരിയില്. അത് ഔചിത്യമാണോ മനോജെ? ദേ, ചടങ്ങ് കഴിഞ്ഞ് കേറി താമസം തുടങ്ങിയ പിന്നെ നിനക്ക് കിട്ടാനുള്ള പണത്തിന്റെ ഗതി പിന്നെ എന്താവും? അതിനെക്കുറിച്ച് എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? എനിക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം പ്രകാശേട്ടനിൽ നിന്ന് വാങ്ങിത്തരാന്ന് നിന്റെ അച്ഛൻ വാക്ക് തന്നിരിക്കുമല്ലേ. പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മനോജ്, നീ നോക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അച്ഛനെ ആശ്രയിക്കാൻ നോക്കരുത്. സ്വന്തമായിട്ട് 10 പണം ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും വഴി നോക്കണം. വേറെ എന്ത് വഴിയാ ഞാൻ നോക്കണ്ടത്? സ്വന്തം അച്ഛനെ പിഴിഞ്ഞു പറ്റിച്ച് ജീവിച്ചതുപോലെ കരുണാകര കുറുപ്പിനെ പിഴിഞ്ഞ നീര് കിട്ടാൻ പോകുന്നില്ല മോനെ. എങ്ങനെയും പണം ഉണ്ടാക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ മരുമോനും അമ്മായിയപ്പം വിധിക്കുന്നത് പെരുവഴിയായി പോവും. കാര്യം എന്താ? അച്ചായനും ഞാനും തമ്മിലുള്ള ഇരിപ്പ് വശം അതാണ്. അപ്പൊ അച്ചായ, അതെ, എനിക്ക് കുറച്ചുപേരെ കൂടി വിളിക്കാനുണ്ട്. ഞാനേ ഫോൺ വയ്ക്കാം. ഓക്കെ. അച്ചായൻ അങ്ങനെ വെറുതെ വന്ന് തിന്നിട്ട് പോകണ്ട. ഓ, ഇനി വിളിക്കാനുള്ളവരൊക്കെ നാളെ വിളിക്കാം. ഹലോ
കുറുപ്പ് സാറേ. എന്താ പ്രകാശ, നാടൊട്ടുക്ക് പാല് കാച്ചി വിളിച്ചല്ലോ. നീ എന്താ എന്നെ മറന്നുപോയോ? ഒന്നുമില്ലേലും ഞാൻ നിന്റെ സംബന്ധക്കാരനല്ലേ പ്രകാശ. നീ എന്താ എന്നെ ക്ഷണിക്കുന്നില്ലേ? അയ്യോ സാറേ, ഞാൻ ക്ഷണിക്കാനിരിക്കായിരുന്നു. കുറുപ്പ് സാറിനെ പോലെ ഒരാളെ നേരിട്ട് വന്ന് ക്ഷണിക്കണമല്ലോ. ഞാൻ ഫോണിലൂടെ ക്ഷണിക്കാതിരുന്നത് അതുകൊണ്ടാ. വീട്ടിൽ വന്ന് ഔപചാരികമായിട്ട് ക്ഷണിക്കാൻ കുറിപ്പിപ്പൊ MLA അല്ല, XMLA അല്ലടാ. പ്രകാശ, നീ ക്ഷണിച്ചാലും ഇല്ലേലും എനിക്ക് നിന്റെ പാലുകാച്ചിന് വന്നല്ലേ പറ്റൂ. നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കണ്ടേടാ. സാറേ, പറഞ്ഞതെല്ലാം അണുവിട തെറ്റാതെ ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് പാലുകാച്ചൽ ചടങ്ങ് അലങ്കോലമാക്കരുത്. പ്രകാശ, ഞാൻ നിന്നോട് കുളത്തിൽ ചാടാൻ പറഞ്ഞാൽ കടലിൽ ചാടുന്നവനാണ് നീ. നിന്റെ അജണ്ട ബാധ്യത നിനക്കാകുമെന്ന് ഉറപ്പായപ്പോ ഒറ്റ രാത്രി കൊണ്ട് നീ രണ്ടുപേരെയും പടിയടച്ച് പിണ്ടാൻ വച്ചു. എടാ, നീ അവരെ നാട് കടത്തിയോ അതോ കാച്ചിക്കളഞ്ഞോ? സാറേ, ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. ദൈവത്തിന് നിരക്കാത്തത് നിനക്ക് ചെയ്യാം, ഞാൻ പറയുമ്പോഴാണ് കുഴപ്പം അല്ലേ? പ്രകാശ, നീ ചില നേരത്ത് കുറുപ്പിന്റെ അച്ഛനാവാൻ നോക്കും. അത് വേണ്ട. ഞാൻ വരും നിന്റെ പാലുകാച്ച് നടക്കുമ്പോ. ചടങ്ങ് ഞാൻ നിന്ന് നടത്തി തരണോ അതോ അലങ്കോലമാക്കി തരണോന്ന് ഞാൻ അവിടെ വന്നിട്ട് തീരുമാനിക്കും. സാറേ, പാലുകാച്ച് കഴിഞ്ഞ് ഒരാഴ്ച കൂടി എനിക്ക് സമയം അനുവദിച്ചിരുന്നു. അതന്ന് മാധവനെയും ചന്ദ്രികയും നീ പടിയിറക്കി വിടും മുമ്പ്. അതോടെ ആ എഗ്രിമെന്റ് തീർന്നു. പാലുകാച്ചിന്റെ ദിവസം തന്നെ നീ എന്റെ മരുമകന് കൊടുക്കാനുള്ള പണം കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ പാലുകാച്ചും നിന്റെ കൊള്ളിവയ്പും ഒരേ ദിവസം തന്നെ നടന്നിരിക്കും. ഹലോ 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 സാർ, ഹലോ. മാനത്തെ കൊട്ടാരം